നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ലാ തദർനി ഫർദ, എന്നെ എന്ത് ചെയ്യരുത്, ഒറ്റക്കാക്കരുത് റബ്ബേ, എനിക്കൊരു അനന്തരമില്ലാതെ നീ എന്നെ ആക്കരുത് റബ്ബേ എന്ന് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. വഅൻത ഖൈറുൽ വാരിദീൻ, അനന്തരാവകാശം എടുക്കുന്നവരിൽ ഏറ്റവും നല്ലവൻ റബ്ബേ നീയാണ്. എന്തുണ്ടായത്? ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി എന്നതാണ്. വവഹബ്നാ ലഹു യഹ്യ, യഹ്യ നബി അലൈഹിസ്സലാമയെ നൽകി. വഅസ്ലഹ്നാ ലഹു സൗജഹു. നോക്ക്, ആ വാർദ്ധക്യ സമയത്ത് അല്ലെ, വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ത്രീ പ്രസവിക്കുക എന്നുള്ളത് അത് അസംഭവ്യമാണ് അല്ലെ. ആ സമയത്ത് പ്രസവിക്കാനുള്ള പ്രാപ്തയാക്കിയതാണ് അള്ളാഹ് പറയാണ്. തന്റെ ഭാര്യ സക്കരിയ നബി അലൈഹിസ്സലാമയുടെ ഭാര്യയെ പ്രസവിക്കാനുള്ള ഗർഭധാരണത്തിന് പ്രാപ്തയാക്കി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് തീരുമാനിച്ചാൽ ഇതൊക്കെ നടക്കും. 100 വയസ്സായാലും ശരി, 150 വയസ്സായാലും ശരി, റബ്ബ് തീരുമാനിച്ചാൽ നടക്കും എന്നുള്ളതാണ്. എന്തുണ്ടായത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തില്ലേ യഹ്യ എന്ന് പറയുന്ന പൊന്നുമോനെ, ഒരു നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഇബ്രാഹിം നബി അലൈഹിസ്സലാം സമാനമായ പ്രാർത്ഥന നടത്തി. തന്റെ 86ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് മക്കളെ കൊടുക്കുന്നത്. അതുകൊണ്ട് 10, 20, 30 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ഞങ്ങളുടെ കുറെ ചെയ്തോക്കി, കുറെ ആൾക്കാരെ കണ്ടോക്കി, ഇനി കാണാനില്ല എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, അമ്പിയാക്കന്മാരുടെ ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടോ? ചോദിക്ക റബ്ബിനോട്. വിശ്വാസം ക്ലിയർ ആണെങ്കിൽ നിരാശപ്പെടാതെ, നിരാശയില്ലാതെ റബ്ബിനോട് ചോദിക്കാൻ തയ്യാറുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. പക്ഷേ നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ അമ്പിയാക്കന്മാരുടെ ഇത്രയും ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് 3 കണ്ടീഷനുണ്ട്. ആ 3 കണ്ടീഷൻ നമ്മൾ പാലിക്കാൻ തയ്യാറാകുകയാണ് എങ്കിൽ പ്രിയമുള്ളവരെ, ഏതേത് പ്രതിസന്ധിയുണ്ടോ റബ്ബിന്റെ സഹായം ഉണ്ടാകും. വിശ്വാസം ക്ലിയർ ആണ് എങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കണ്ടീഷനുകൾ, അത് ആ 3 നിബന്ധനകൾ, 3 കാര്യങ്ങൾ അത് നമ്മൾ പാലിക്കാൻ തയ്യാറുണ്ടോ റബ്ബിന്റെ സഹായം ഉണ്ടാകും. അല്ലാഹു എന്താ പറയുന്നത്? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഈ പറയപ്പെട്ട അമ്പിയാക്കന്മാരൊക്കെ എന്തായിരുന്നു? കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിൽ ധൃതി കാണിക്കുന്നവരായിരുന്നു, നന്മയിൽ മത്സരിക്കുന്നവരായിരുന്നു. എന്തൊക്കെ നന്മകൾ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ കഴിയുമോ, എന്തൊക്കെ നന്മകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ അതൊക്കെ ചെയ്തവരായിരുന്നു. അത് അങ്ങനെയുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെ അമലുകളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, കഴിയുന്നതൊക്കെ ചെയ്യുക, കുറേയൊക്കെ ചെയ്യുക, പിന്നെ ഇങ്ങനെ ഒരു അലസായിട്ട് അങ്ങനെയല്ല. എന്തൊക്കെ നന്മകൾ ചെയ്യാൻ കഴിയുമോ നന്മയിൽ മത്സരിക്കാൻ നമുക്ക് കഴിയണം. ഓരോ സുന്നത്തുകളും മുടങ്ങാതെ വിടാതെ ജീവിതത്തിൽ ചേർത്തു വെക്കാൻ നമുക്ക് കഴിയണം. ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയണം. എങ്കിൽ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പ്രതിസന്ധിയിലും നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ അല്ലാഹു പറയുകയാണ്, അവിടുന്ന് പേടിയും പ്രതീക്ഷയും കൊണ്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുമെന്നും റബ്ബിന്റെ നരകമുണ്ട് എന്ന പേടിയോടുകൂടിയും അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ് എന്നും അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ട് എന്നുള്ള ആ പ്രതീക്ഷയോട് കൂടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ദുആ ചെയ്യാൻ കഴിയണം. അങ്ങനെയാണ് എങ്കിൽ റബ്ബിന്റെ സഹായം ഉണ്ടാകും. ഒരു സഹാബി മരിക്കാൻ കിടക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ശിക്ഷിക്കുമോ എന്നുള്ള പേടി എനിക്കുണ്ട്, അതോടൊപ്പം റബ്ബിന്റെ റഹ്മത്ത് എനിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയുമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മരണസമയത്ത് ഈ 2 ഒരാളിൽ ഒന്നിച്ചു വന്നാൽ അവന് സ്വർഗ്ഗമുണ്ട് എന്ന്. അതുകൊണ്ട് പേടിയും പ്രതീക്ഷയും പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. വകാനൂ ലനാ ഖാശിഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല 3ാമത്തെ പറഞ്ഞു, അവർ നമ്മോട് കീഴൊതുങ്ങിയവരായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് റബ്ബിന് കീഴ്പ്പെട്ട് ജീവിക്കുക, അല്ലാഹുവിന് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുക. ഈ 3 നിബന്ധനകൾ നമ്മുടെ വിശ്വാസം ക്ലിയർ ആകുന്നതോടെ ഈ 3 നിബന്ധനകൾ നമ്മൾ പാലിക്കാൻ തയ്യാറുണ്ടോ? എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ശരി പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരുമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് നേരിടുന്ന പ്രയാസങ്ങൾ നിരാശരാകേണ്ടവനല്ല ഒരു വിശ്വാസി. നേരെ മറിച്ച് അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹുവിന്റെ റഹ്മത്ത് എനിക്ക് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. 39-ാം അധ്യായം സൂറത്തു സുമറിലെ 53-ാമത്തെ വചനം. ഖുൽ നബിയെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം,
സ്വന്തത്തോട് അക്രമം ചെയ്തിട്ടുള്ള എന്റെ അടിമകളെ ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകേണ്ടതില്ല. റബ്ബിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിരാശരാകേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും പുറത്തു തരുമെന്ന് നമ്മൾ പഠിപ്പിച്ചിരുന്നു. കുറേ തെറ്റുകൾ ചെയ്തു, അവസാനമാണ് ക്യാൻസർ ആണെന്ന് അറിയുന്നത്. ഞാൻ കുറെ തെറ്റിയിട്ട് ഇനി എന്താ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് നിരാശ വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം പുറത്തു തരും, ഏത് പ്രതിസന്ധിയും നമ്മളെ സഹായിക്കും. ആ ഒരു വിശ്വാസത്തോടുകൂടി തൗഹീദ് ഉറപ്പിച്ചുകൊണ്ട് നിരാശയില്ലാതെ റബ്ബിനോട് പാപങ്ങൾ ഏറ്റുപറയാനും തന്റെ പ്രതിസന്ധികൾ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാനും തയ്യാറുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ നമ്മുടെ മക്കളെ, നമുക്കിപ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ്, മോനെ കാണാനില്ല, മോളെ കാണാനില്ല എന്നൊരു ഫോൺ കോൾ വരികയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ? നാട്ടിൽ നിന്നൊരു കോൾ വരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യന്റെ ഒരു കോൾ വരികയാണ്, പ്രിയമുള്ളവരെ മോനെ കാണാനില്ല എന്ന് പറയുകയാണെങ്കിൽ പരിഭ്രാന്തിപ്പെടാൻ ഒരൊക്കെ പോണ്ടത് അല്ലെ? അത്രക്കും നമുക്ക് ഇഷ്ടപ്പെട്ടവരാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. പക്ഷേ ആ സമയത്തും നിരാശയില്ലാതെ മുന്നോട്ട് പോയ ഒരു പ്രവാചകന്റെ ചരിത്രമുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ പിതാവിന്റെ ചരിത്രം, യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രമുണ്ട്. യാ ബനിയ്യ ഇദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ വഅഖീഹി വലാ തയഅസു മിൻ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. നിങ്ങൾ മക്കളോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, അവരെ അന്വേഷിക്കണമെന്ന്. യൂസുഫ് നബി അലൈഹി സ്വലാമയെയും തന്റെ സഹോദരനെയും അന്വേഷിക്കണമെന്നും, അതേപോലെ തന്നെ ആശ്വാസത്തെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിരാശപ്പെടേണ്ടതില്ല. ആശ്വാസത്തെ കുറിച്ച് നിരാശപ്പെടുക എന്നുള്ളത് അവിശ്വാസികളുടെ അവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ സ്വഭാവമാണ്, അല്ലെങ്കിൽ അവരുടെ പ്രകൃതിയാണ് എന്ന്. തൻ്റെ മകനെ നഷ്ടപ്പെട്ടപ്പോഴും നിരാശപ്പെടേണ്ടതില്ല എന്ന് പറയാൻ ഒരു വാപ്പക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, റബ്ബിലുള്ള പ്രതീക്ഷയാണ്. പ്രിയമുള്ളവരെ, ആ പ്രതീക്ഷയുണ്ട് നമുക്ക് റബ്ബിൽ. ഏത് പ്രതിസന്ധിയിലും എനിക്കെൻ്റെ റബ്ബുണ്ട് എന്ന പ്രതീക്ഷ നമുക്കുണ്ടോ? വല്ലാത്ത സാമ്പത്തികമായ പ്രതിസന്ധി നേരിടുമ്പോൾ എനിക്കെൻ്റെ റബ്ബുണ്ട് സഹായിക്കാൻ എന്നുള്ള പ്രതീക്ഷയുണ്ടോ? കുടുംബപരമായിട്ടുള്ള പ്രതിസന്ധിയുടെ തീച്ചൂളയിലൂടെ നമ്മൾക്ക് പോകുമ്പോഴും എൻ്റെ ഭാഗത്ത് ശരിയുണ്ട്, എൻ്റെ റബ്ബിൻ്റെ സഹായം എനിക്കുണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടോ, പ്രതീക്ഷയുണ്ട് റബ്ബിൽ, എങ്കിൽ റബ്ബിൻ്റെ സഹായം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അതിനെന്തു വേണം? വിശ്വാസിയായിരിക്കണം, മുഅ്മിനാകണം. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. മൂന്നാം അധ്യായം സൂറത്തു ആലി ഇംറാനിൽ 139ാമത്തെ വചനം. വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ എന്ത് ചെയ്തില്ല, നിങ്ങൾ ദൗർബല്യം കാണിക്കുകയോ അതേപോലെ തന്നെ ദുഃഖിക്കുകയോ ചെയ്യരുത്. വഅൻതുമുൽ അഅലൗൻ, നിങ്ങൾ തന്നെയാണ് ഉന്നതരെന്ന് അല്ലാഹു പറയാണ്. എങ്ങനെ? ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണോ, നിങ്ങളാണ് ഉന്നതർ. നിങ്ങളെക്കാൾ മുകളിൽ ഒരാളുണ്ടാവില്ല. രാജ്യത്ത് മുസ്ലിമീങ്ങളെ ഉറപ്പിക്കുന്നുണ്ട് എങ്കിൽ നിരാശപ്പെടേണ്ടതില്ല വിശ്വാസികൾ. നമ്മൾ വിശ്വാസികളാണോ, റബ്ബിന്റെ സഹായം ഉണ്ടാകും. ഇതിനേക്കാൾ വലിയ നിയന്ത്രിക്കുന്നവൻ, അടക്കി ഭരിക്കുന്ന ഒരു നാഥനുണ്ട്. ആ റബ്ബിന്റെ സഹായം വിശ്വാസി എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ കിടക്കണം. അൻതുമുൽ അഅലൗൻ, നിങ്ങളാണ് ഉന്നതരെന്ന് അല്ലാഹു നമുക്ക് നൽകുന്ന ഉറപ്പ്. പക്ഷെ കണ്ടീഷൻ പറഞ്ഞു, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ. അതുകൊണ്ട് വിശ്വാസത്തിൽ അതിൽ ഒരു നിലക്കും ശിർക്ക് വരാതെ വിശ്വാസം ക്ലിയറാക്കിക്കൊണ്ട് അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത്തരം നൽകുന്ന വാഗ്ദാനങ്ങളുണ്ട്. റബ്ബിനോട് നമ്മൾ സാമീപ്യം പുലർത്താൻ നമ്മൾ തയ്യാറാകുകയാണ് എങ്കിൽ നിർഭയത്വത്തോടുകൂടി സമാധാനത്തോടുകൂടി ദുഃഖിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയും. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. 10ാം അധ്യായം സൂറത്ത് യൂനിസിലെ 62-63 വചനങ്ങളാണ്. അലാ അറിയുക, ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ പേടിക്കേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. അവരെങ്ങനെയുള്ളവരാണ്? അല്ലദീന ആമനു, അവർ വിശ്വസിച്ച ആളുകളാണ്, വിശ്വാസികളാണ്. വകാനൂ യത്തഖൂൻ, അവർ സൂക്ഷ്മത പുലർത്തുന്നവരാണ്, റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യും, ഹറാമുകൾ പുറത്തിങ്ങനെ ചെയ്യുകയും ചെയ്യും, തന്റെ ഇഷ്ടങ്ങൾക്ക് പോവുകയും ചെയ്യും. എന്നിട്ട് നിരാശപ്പെടും, അള്ളാഹിനോട് കുറെ പറയും. തന്റെ ജീവിതത്തിൽ ഒരുപാട് ന്യൂനതകളും പുഴുക്കുത്തകളുമായിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ച് പ്രിയമുള്ളവരെ കാര്യമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് വിശ്വാസം ക്ലിയറാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഹറാമുകളും തിന്മകളും മാറ്റിവെച്ചുകൊണ്ട്
വിശ്വാസം ക്ലിയർ ആക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ഏത് പ്രതിസന്ധികളുണ്ടോ നിരാശപ്പെടാതെ നിരാശയില്ലാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്.